നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പുതിയ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അസർബൈജാനും തുർക്കിയും. ഇതിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ഇടപെടലിൽ നിന്നും ഏറെ നേട്ടം കൊയ്ത രാജ്യമാണ് അസർബൈജാൻ. എന്നാൽ സംഘർഷത്തിലുടനീളം അസർബൈജാൻ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, അവരുടെ സർക്കാർ നിരീക്ഷണ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2023 അസർബൈജാൻ അസംസ്കൃത എണ്ണയുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് മൂന്നാമത്തെ വലിയ ലക്ഷ്യസ്ഥാനമായിരുന്നു. എന്നാൽ ഇത് $1.227 ബില്യൺ വിലമതിക്കുന്ന മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 7.6% മാത്രമാണ്. അസർബൈജാനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം 2005 ഏകദേശം $50 മില്യൺ നിന്നും 2023 $1.435 ബില്യൺ ആയി വർദ്ധിച്ചു. ഇത് അസർബൈജാന്റെ 7ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാക്കി ഇന്ത്യയെ മാറ്റി. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ നിന്നും ഇതിനകം തന്നെ ഒട്ടേറെ പ്രയോജനം നേടിയ അസർബൈജാന്റെ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള പ്രതികരണം സത്യത്തിൽ നന്ദികേടായി തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ സാംസ്കാരികമായി അടുത്ത തുർക്കി രാജ്യങ്ങൾ പോലും പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഇടയിലും ഇന്ത്യയുമായി പരസ്പരം പ്രയോജനകരമായ ബന്ധം ഈ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. വ്യാപാരവും ടൂറിസവും വളരാൻ തുടങ്ങിയപ്പോഴാണ് അസർബൈജാൻ ഇന്ത്യ ബന്ധം ശത്രുതയിലേക്ക് വഴിമാറാൻ തുടങ്ങിയത്. പഹൽഗാം ആക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുമുള്ള മറുപടിക്ക് ശേഷം ഇപ്പോൾ അർമേനിയയുമായുള്ള ഇന്ത്യയുടെ സൈനിക സാങ്കേതിക സഹകരണം വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. സമീപ രാജ്യങ്ങൾ തമ്മിൽ സഹായിക്കുന്നതും സഹകരിക്കുന്നതും എല്ലാം സാധാരണയാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും സഹായം കൈപ്പറ്റിയിട്ട് രാജ്യങ്ങൾ തിരിച്ച് എതിരാളികളാവുകയാണ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ, IT, തുരങ്ക നിർമ്മാണം, മെട്രോ റെയിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ തുർക്കിയുമായി ബന്ധമുള്ള കമ്പനികളുടെ കരാറുകളും മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഡൽഹി തുടങ്ങി 5 സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനികളും വിവിധ മേഖലകളിൽ ഒപ്പുവെച്ച നിരവധി ധാരണാപത്രങ്ങളും ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പുനഃപരിശോധിക്കാൻ തയ്യാറാവുകയാണ് ഇന്ത്യ. 2000 ഏപ്രിൽ മുതൽ 2024 സെപ്റ്റംബർ വരെ $240.18 മില്യൺ FDI നിക്ഷേപത്തോടെ ഇന്ത്യയിലേക്കുള്ള FDI ഇക്വിറ്റി ഒഴുക്കിൽ തുർക്കി 45ാം സ്ഥാനത്താണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ വാണിജ്യ വകുപ്പ് സ്ഥാപിച്ച ഒരു ട്രസ്റ്റായ ഇന്ത്യ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷൻ 2025 ഫെബ്രുവരിയിൽ നടത്തിയ അവലോകന റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നു. നിർമ്മാണം, ഉൽപ്പാദനം, വ്യോമയാനം, മെട്രോ റെയിൽ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലും വിദ്യാഭ്യാസം, മാധ്യമം തുടങ്ങിയ വിവര വിനിമയ മേഖലകളിലുമാണ് ഈ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാപത്രങ്ങൾ വേറെയും ഒപ്പുവച്ചിട്ടുണ്ടെന്നും എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അണിയറയിൽ നിശബ്ദമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ തുർക്കി ബിസിനസ് കരാറുകളും പദ്ധതികളും സൂക്ഷ്മ പരിശോധന നടത്താനും ചിലത് അവസാനിപ്പിക്കാനും മോദി സർക്കാർ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിന് ശേഷം മോദി മറ്റു രാജ്യങ്ങളുമായുള്ള തൻ്റെ ശക്തമായ തീരുമാനങ്ങളും ഉത്തരവുകളും നടപ്പാക്കാൻ പോവുകയാണ്.